പ്രൈസ് ദി ലോർഡ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്നിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സംഭവകരമായ ഒരു പകലൂടെ നമ്മെ വിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ സൂക്ഷിപ്പും കാവലും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ശിശാശെ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ, വന്ദനം അറിയിക്കുന്നു. അതുപോലെ ലൈവിലുള്ള എൻ്റെ സഹോദരങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മെ അത്ഭുതകരമായ നിലയിൽ നമ്മുടെ ദൈവ വഴി നടത്തുന്ന കർത്താവിൻ്റെ ആ സ്നേഹവും വിശ്വസ്തതയും ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിലും നമുക്ക് നന്ദിയുള്ളവരായി കർത്താവിനെ സ്തുതിക്കാം. ഈ രാത്രി പ്രധാനമായും നാം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ എല്ലാ ദിവസവും ഓർപ്പിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വലിയ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ കർത്താവ് അവിടുന്ന് അയച്ച് ഇന്ന് നാം അതുപോലെ തന്നെ ഈ ലോകം മുഴുവനും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ശാശ്വതമായ ഒരു വിടുതൽ ഉണ്ടാകാൻ ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുകയും ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. നമുക്കറിയാം, ലോകരാജ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഈ കൊറോണ വൈറസിനെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം അവർക്ക് ആപത് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉദ്ദേശിച്ച നിലയിലുള്ള ഒരു ഫലം കാണാൻ കഴിയാതെ ഓരോ രാജ്യങ്ങളുമായിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരു കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ദൈവത്തിൻ്റെ അവിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അനേക രോഗികൾ ആമേൻ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മേഘാലയയിൽ ഒരു ഡോക്ടർ മരണപ്പെട്ടു. ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് കേൾപ്പാൻ കഴിയുന്നുണ്ട്. ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളാണുള്ളത്. ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ വലിയ പ്രതിസന്ധികൾ ആമേൻ നിലനിൽക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന അത് വളരെ ഫലിക്കുന്നതാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ശ്രദ്ധയോടുകൂടി നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിശ്ചയമായിട്ടൊരു വലിയ ദൈവപ്രവൃത്തി കാണാൻ കർത്താവിടുന്ന് കൃപ ചെയ്യും. കൊണ്ടിന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നു, നമുക്കൊന്നിച്ച് അല്പസമയം വളരെ ആത്മാർത്ഥതയോടെ കർത്താവിനോട്, കർത്താവെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ശാശ്വതമായൊരു വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ഈ രാത്രിയിലും ആമേൻ ദൈവത്തോട് അപേക്ഷിക്കാം. ഈ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ ഈ ഫേസ്ബുക്ക് പേജിൽ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവസന്നിധിയിൽ നാം ഒന്നിച്ചു കൂടി വന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യും. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് മടുത്തു പോകാതെ കർത്തൃസന്നിധിയിൽ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ലീനയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
അതുപോലെ മറ്റ് സഹോദരങ്ങൾ ആൻ്റണി രാജ് തന്നെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ പ്രധാനമായും നമ്മുടെ ഈ രാത്രി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയാണല്ലോ. എന്നാൽ നമ്മുടെ വിശ്വാസത്തിനായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച അനന്തരം പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ലൈവിലുള്ള എൻ്റെ സഹോദരങ്ങളോട് ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന. നമ്മൾ ഈ ലൈവ് തീരുവോളം, അതായത് നമ്മൾ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയം വരെ കഴിവതും നിങ്ങൾക്ക് സംബന്ധിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു. നമ്മുടെ സമയത്തിൻ്റെ ലഭ്യത പോലെ ദയവായിട്ട് ദൈവമക്കൾ സഹകരിക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം സിസ്റ്റബെറ്റിക്കായി ഷീനയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ദൈവവചന പരിജ്ഞാനമുള്ള എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ ഈ രാത്രി ഓർപ്പിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചല്ലോ, കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന ഈ രാത്രിയിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം ആക്റ്റീവ് കേസസ് ആയി 14 ലക്ഷത്തിൽ പരമുണ്ട്. ആക്റ്റീവ് കേസസ് ഞാൻ ഓർപ്പിച്ചത്. അതിൽ ഏകദേശം ഒരു 4% ആൾക്കാർ സീരിയസ് കണ്ടീഷനുള്ളവരാണ്. ബാക്കിയുള്ളവർ മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്നു. ഈ 14 ലക്ഷം ജനം ഈ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോൾ അവരുടെ റിലേറ്റഡായിരിക്കുന്ന റിലേറ്റീവ്സ് അവരും വളരെയധികം മാനസിക പ്രയാസത്തിലായിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ 14 ലക്ഷം അവരോട് റിലേറ്റഡായിരിക്കുന്ന ആൾക്കാർ, അവരുടെ റിലേറ്റീവ്സ്, നമ്മൾ മറു സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ രോഗം ബാധിച്ചില്ലെങ്കിലും ഈ രോഗത്തിൻ്റെ വലിയ പ്രതിസന്ധി തരണം ചെയ്യുന്നവരാണ് നല്ലൊരു ഭാഗം ആൾക്കാർ. നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ആരും ഈ രോഗം ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ബാധിച്ചില്ലെങ്കിലും ഈ രോഗത്തിൻ്റെതായ വലിയ പ്രതിസന്ധിയിൽ കൂടെ നമ്മൾ ഈ ദിനങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നം നിൽക്കുക. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും ഈ പ്രതിസന്ധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ COVID-19 എന്ന് പറയുന്ന ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ എന്തായിത്തീരും? സാമ്പത്തിക മേഖല എന്തായിത്തീരും? അല്ലെ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? ഭയങ്കര ആശങ്ക അനേകരെ അലട്ടിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം, അനേകരും മാനസികമായിട്ട് വളരെയധികം ക്ഷീണിച്ച് തളർന്ന് ഭയങ്കര ആകുലതയിൽ അനേകർ കടന്നു പോവുകയാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, പല കൗൺസിലിംഗ് കൊടുക്കുന്ന സെൻ്ററുകൾ സൗജന്യമായി കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. കാരണം മനുഷ്യൻ അത്രയ്ക്ക് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. എന്ത് ചെയ്യും? നമുക്കറിയാം, ലക്ഷക്കണക്കിന് ജനത്തിന് ജോലി ഇല്ലാതായ ഒരു സമയമാണിത്. ഈ ലോക്ക്ഡൗൺ വന്നപ്പം മനുഷ്യൻ്റെ കയ്യിൽ ജീവിക്കാനായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. വലിയ പ്രതിസന്ധിയിൽ ജനമൊക്കെ ആയിരിക്കുക. ഇന്ന് രാത്രി ലൈവിലുള്ള എൻ്റെ സഹോദരങ്ങളും ഈ വിധമായ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഈ പ്രതിസന്ധിയിൽ ഇന്ന് രാത്രി നമ്മളായിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ വചനം നമുക്കൊരാശ്വാസമായി മാറട്ടെ എന്ന് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഇവിടെ കർത്താവിന്റെ ദാസനായ പത്രോസ് തൻ്റെ ഈ 1-ാമത്തെ ലേഖനത്തിൽ
ദൈവസഭയോട് പറയുന്ന കാര്യം, ദൈവസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന സന്ദേശം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, അതായത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിലേക്ക് ഇട്ടുകൊള്ളുക. ഇന്ന് രാത്രി നമുക്ക് ഈ വചനം അതേപടി ഏറ്റെടുക്കാൻ, അംഗീകരിക്കാനായിട്ട് കഴിയുമോ? ഇവിടെ പരിശുദ്ധാത്മാ പറയുന്നു, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി സംജാതമാകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങൾ വരെ ഒന്ന് നോക്കി, എന്തിന് ഇന്ന് വരെ, ഈ കഴിഞ്ഞ പകൽ വരെയും നമ്മുടെ ദൈവം നമ്മെ അത്ഭുതകരമായ നിലയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മെ പുലർത്തിയില്ലേ? നമ്മുടെ കർത്താവ് നമ്മോട് കൂടിയിരുന്നില്ലേ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ ദൈവം നമ്മെ അത്ഭുതകരമായ നിലയിൽ നടത്തിയില്ലേ? ഇന്ന് രാത്രി നമുക്ക് ആ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മളെ ഇന്ന് വരെയും അത്ഭുതകരമായ നിലയിൽ കർത്താവിനെ നടത്താൻ കഴിഞ്ഞെങ്കിൽ, നമ്മെ പുലർത്താൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരാൻ കഴിഞ്ഞെങ്കിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടിയിരുന്നെങ്കിൽ, കർത്താവിൻ്റെ പൈതലെ, നാളെയും നമ്മെ നടത്താൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ആരും കരുതി വെച്ചിട്ടല്ല ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്. നമ്മുടെ പിതാക്കന്മാർ കരുതി വെച്ച ചിലർക്കുണ്ടാകാം. ചിലരുടെ ജീവിതത്തിൽ അവരുടെ അപ്പനപ്പൂപ്പന്മാരായി അവര് ഉണ്ടാക്കിയ ചില നന്മകൾ ഉണ്ടാകാം. പക്ഷെങ്കിൽ നല്ലൊരു ഭാഗം ആൾക്കാരുടെയും അവസ്ഥ അങ്ങനല്ല. അവർക്ക് വളരെ ബുദ്ധിമുട്ടിൽ കൂടിയും, വളരെ കഷ്ടത്തിൽ കൂടിയും, വളരെ ഞെരുക്കത്തിൽ കൂടിയും, വളരെ പ്രതിസന്ധിയിൽ കൂടിയും ഒക്കെ കടന്നുപോയവരാ. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവസ്ഥിതി മാറ്റി. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി വിശ്വസിക്കണം, നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം, ഇത്രത്തോളം നമ്മെ ആക്കിയ ദൈവം നമ്മെ തുടർന്നുള്ള ദിനങ്ങളിലും നടത്താൻ ശക്തനാണെന്നുള്ള ഒരു തികഞ്ഞ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. നമ്മുടെ കർത്താവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന അതേ ശക്തി തന്നെ ഇന്ന് നമ്മുടെ കർത്താവിനുണ്ട്. ഇന്നുള്ള അതേ ശക്തി തന്നെ നാളെയുമുണ്ട്. ഇന്നലകളിൽ നമ്മെ പുലർത്താൻ കഴിഞ്ഞ ദൈവം ഇന്ന് നമ്മളെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നാളെയും നമ്മെ അത്ഭുതകരമായ നിലയിൽ വഴി നടത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അന്നേരം നമ്മൾ ആ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിൽ ഇന്ന് ഓടി ഒളിക്കാൻ ഒരിടവുമില്ല. ഈ ലോകത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥാനവുമില്ല. ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ സുരക്ഷിതമെന്ന് ചിന്തിച്ചാൽ നമ്മളാണ് ആ രാജ്യത്തെക്കുറിച്ച് അറിയുന്നത്, അവിടെ വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ പറയാൻ തമ്മിൽ ഭേദം നമ്മൾ തന്നെയാണ്, നമ്മളായിരിക്കുന്ന ഇടമാണ്. ദൈവത്തിൻ്റെ പേരിൽ നമ്മളായിരിക്കുന്ന ഇടത്തെക്കാളും മറ്റ് നമ്മൾ ചിന്തിക്കുന്ന പലയിടങ്ങളെക്കാളും ഏറ്റവും ഈ ലോകത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് നമ്മൾ ചേർന്ന് ഇരിക്കുന്ന പക്ഷം, നിലകളിൽ നമ്മെ അത്ഭുതകരമായ നിലയിൽ വഴി നടത്തിയ നമ്മുടെ കർത്താവിനോട് നാം ചേർന്നിരിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവവിശ്വസ്തനാണ്. ഞാൻ ഈ 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുമ്പം അതിൻ്റെ 10-ാമത്തെ വാക്യം, 5-ന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നു, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ആമേൻ. ഇലക്ട്രിസിറ്റി
പോയ ഒരു ചെറിയ പ്രതിസന്ധിയുണ്ട്, ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം. ദയവായിട്ട് സഹകരിക്കുക. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണല്ലോ ലോകം ഇന്ന് അഭികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ശ്രദ്ധിക്കുക, ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ അവൻ ദൈവം. അന്നേരം നമ്മൾ അനുഭവിക്കുന്ന ഈ കഷ്ടതയെക്കുറിച്ചല്ല, പ്രതിസന്ധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് അവൻ അല്പകാലത്തേക്കുള്ള കഷ്ടം, അല്പകാലത്തേക്കുള്ള പ്രതിസന്ധിയാണ് നമ്മൾ അഭികരിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നമ്മൾ അല്പ നിമിഷത്തേക്ക് കരണ്ട് പോയി, അത് തിരിച്ചു വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭികരിക്കുന്ന ഈ പ്രതിസന്ധി എന്നും അതങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂടെപ്പുറപ്പായിട്ട് കൂടെ ഉണ്ടായിരിക്കും ചിന്തിക്കരുത്. നമ്മൾ അഭികരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ അത്ഭുതമാണ് വിടുവിക്കാൻ. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത, പ്രതിസന്ധി അല്പകാലത്തേക്കേ ഉള്ളൂ. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന നൊടി നേരത്തേക്കുള്ള ലഘുവായ നിങ്ങളുടെ കഷ്ടം. നേരം നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ നമ്മൾ ഒരിക്കലും അത് വലുതായി നമുക്ക് കാണാനിടയാകരുത്. നമ്മൾ പറയണം, ഇതൊരല്പകാലത്തേക്കേ ഉള്ളൂ. ഈ പ്രതിസന്ധിയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന് നമുക്ക് തികഞ്ഞ ഉറപ്പ് നമ്മിലുണ്ടായിരിക്കണം. അല്പകാലത്തേക്കുള്ള പ്രശ്നം, അല്പകാലത്തേക്കുള്ള കഷ്ടം, അല്പകാലത്തേക്കുള്ള പ്രതിസന്ധി, ഇതിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായ നിലയിൽ വിടുവിപ്പാൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്. അടുത്തായിട്ട് പറയുകയാണ്, ആമേൻ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ. അന്നേരം ഈ കഷ്ടത നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹിക്കണം. നമ്മൾ ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളതിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? ഞാൻ സമൃദ്ധിയിൽ ഇരിപ്പാനും അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ ഇരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സമൃദ്ധിയിൽ ഞാൻ ഇരിക്കാം, അതുപോലെ തന്നെ ഞെരുക്കത്തിലിരിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് സഹിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ അവിടെ ആകെ വെപ്രാളപ്പെട്ട് എന്തായി തീരും എന്നുള്ള ചിന്താഗതി ഒന്നും നമുക്കുണ്ടാകരുത്. എന്ത് വന്നാലും നമ്മൾ സഹിച്ചല്ലേ മതിയാകത്തുള്ളൂ. കർത്താവിൻ്റെ പൈതലേ, ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നത്തെ നമ്മൾ അത് സന്തോഷത്തോടെ സഹിക്കുന്നെങ്കിൽ നമുക്കറിയാം, ഇയ്യോബ് എന്താ പറഞ്ഞ്? ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എപ്പോഴാണ് പറയുന്നതെന്നറിയാമോ? തൻ്റെ മക്കള്, അവൻ തൻ്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു, മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, തൻ്റെ ഭാര്യ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട സ്ഥാനത്ത് താനെതിരായി മാറി. ആ സന്ദർഭത്തിൽ ആ ദൈവദാസൻ പറയുക, ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിൻ്റെ നടുവിൽ നമ്മൾ ക്ഷീണിച്ചു പോകാനിടയാകരുത്. നമ്മൾ അന്ന് ആകെ പരവേശപ്പെടുന്ന എന്തായി തീരുമെന്നുള്ള വല്ലാത്തൊരു മാനസിക സംഘർഷത്തിന് നമ്മൾ ഇടം കൊടുക്കരുത്. ആർക്കാ ഈ മാനസികമായിട്ട് ഈ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ തളർന്നു പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്? ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാ, ദൈവത്തിൽ ആശ്രയമില്ലാത്തൊരു വ്യക്തിയാണ് പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകുന്നത്. നമ്മൾ ഈ യോബിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയാൻ തനിക്ക് പ്രേരണയായി മാറിയ ഘടകം തന്നുള്ള ദൈവവിശ്വാസമാണ്. താനൊരു വിശുദ്ധനായ ഭക്തനായ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുവിലും ആ മനുഷ്യന് പറയാൻ കഴിഞ്ഞത്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകാതിരിപ്പാൻ നമുക്ക് ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം നമ്മുടെ നടുവിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നവനല്ല, ഒരിക്കലും നമ്മുടെ ദൈവം നമ്മെ തള്ളിക്കളയുന്നവനല്ല. അവൻ കഷ്ടത വരുന്നതിൽ കഷ്ടതയോടുകൂടെ നീക്കുപോക്കം നൽകാൻ ദൈവം വിശ്വസ്തനാ. എത്ര വലിയ പ്രതിസന്ധി വന്നാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും
അതിൻ്റെ എല്ലാ നടുവിലും നമ്മെ അത്ഭുതകരമാവണം സഹായിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നേരം ഇവിടെ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നേരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് സഹിപ്പാനായിട്ട് കഴിയണം. അങ്ങനെ നമ്മൾ സഹിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജിക്ക് സ്തോത്രം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ നമ്മൾ സഹിക്കുക. അടുത്തായിട്ട് ഓർപ്പിച്ചിരിക്കുന്നത് സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ദൈവം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കഷ്ടം സഹിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? തൻ്റെ നിത്യ തേജസ്സിനായിട്ട് ദൈവം വിളിച്ചിരിക്കുക. നമ്മളെല്ലാവരും ആ തേജസ്സിനെ പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാ. ഷൈബനായി ദൈവത്തെ സ്തോത്രം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ലോകപ്രകാരം എന്തെങ്കിലും നേടി ലോകത്തിന് മുമ്പിൽ നാം എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ കണ്ടത് തൻ്റെ നിത്യ തേജസ്സിനായിട്ട് ആ തേജസ്സിനെ പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ലക്ഷ്യം മാറിപ്പോയെന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെയൊക്കെ താല്പര്യം എന്താണ്? ഞാനിപ്പം ഷൈബുവിനേക്കാൾ ഞാൻ എന്തോ ഒന്നാകണം, അല്ലെങ്കിൽ ആശയേക്കാൾ ഞാൻ എന്തെങ്കിലും ഒന്നാകണം, ആശയ്ക്കുള്ളതിനെ അല്ലെ ഷൈബിനുള്ളതിനേക്കാൾ എനിക്ക് അതിനേക്കാൾ വലുത് പ്രാപിക്കണം. ഇങ്ങനെയുള്ള ചില ഈ ബാലിശമായ ചിന്തകൾ നമ്മെ അങ്ങ് വന്ന് ഭരിച്ചുപോയി. നമ്മുടെ അയൽവക്കത്ത് ഒരാൾ ഒരു വീട് വെച്ചാൽ അതിനേക്കാൾ വലിയ വീട്, അവരൊരു വാഹനം വാങ്ങിച്ചാൽ അതിനേക്കാൾ വലിയ വാഹനം, അവരൊരു വസ്ത്രം വാങ്ങിച്ചാൽ അതിനേക്കാൾ നല്ലത് വാങ്ങണം, അവരെന്ത് ചെയ്താലും അതിനേക്കാൾ മുൻപിൽ നിൽക്കണം എൻ്റേതെന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മളൊക്കെ ഞായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ഇങ്ങനെയുള്ള ഈ നൈമിഷ്യമായി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ നിത്യ തേജസ്സിനെ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാ. ആ തേജസ്സിന്റെ അനുഭവം നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവിൻ്റെ വയതിലെ ഇന്ന് നമുക്കറിയാം കോടിക്കണക്കിന് ഉണ്ടാക്കിയവർ, മില്യൺ ബില്യൺ കണക്കിന് ഉണ്ടാക്കിയവർ എന്തായിത്തീർന്നു? ഈ സൂക്ഷ്മാണുവിൻ്റെ മുമ്പിൽ തകർന്നു പോയി. നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ റിപ്പോർട്ടുകൾ വരുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ വമ്പൻ ബിസിനസ്സുകാര്, അവർക്ക് കാശില്ലാഞ്ഞിട്ടാണോ? വമ്പൻ ബിസിനസ് കെട്ടിപ്പൊക്കിയവർ ഈ വൈറസിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പട്ടുപോയി. ചിന്തിച്ചു നോക്കിയേ, കർത്താവിൻ്റെ വൈതല് ഈ ലോകത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെയുള്ളൂ, ഇത്രയേ ഉള്ളൂ. ആരത് അനുഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ അനാഥമായി കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട് ബാങ്കുകളിൽ. ഉടമസ്ഥരില്ലാത്ത കോടിക്കണക്കിന് രൂപ നമ്മുടെ പല ബാങ്ക്, തിരുവല്ല, കുമ്മനാട്, കോട്ടയം, ഈ സറൗണ്ടിലൊക്കെ ഉണ്ട്. ആരുമില്ല, അതിന് അവകാശികളില്ല. അവകാശികളില്ലാതെ വരുമ്പോൾ അടുത്ത് അത് ഗവൺമെന്റിലേക്ക് പോകും. മനുഷ്യൻ എന്നിട്ടും പലതും വാരിക്കൂട്ടാൻ വേണ്ടി അവൻ നെട്ടോട്ടം ഓടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന നിത്യ തേജസ്സിനെ പ്രാപിക്കാൻ വേണ്ടിയാ. ആ തേജസ്സിനെ നമ്മൾ പ്രാപിക്കത്തക്കവണ്ണം, ആ തേജസ് നമ്മൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നാം സന്തോഷത്തോടെ നാം അത് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അന്നേരം നമ്മുടെ വിളി ദൈവിക തേജസ്സിനെ പ്രാപിക്കാനാണ്. അതാരും മറന്നു പോകരുത്. നമ്മൾ ഈ ലോകത്തില് ഈ നേടണമെന്നും ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റിവെക്കും. നമ്മുടെ ദൈവം നമ്മളെ പുലർത്താൻ മതിയാവില്ല. നമ്മൾ ഇന്ന് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യത്തില്ല. നമുക്ക് അടുത്ത ദിവസവും നമ്മൾ ഈ വേദഭാഗം നമ്മൾ ചിന്തിക്കാം. നമ്മൾ വായിച്ച 7-ാം വാക്യവും നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ പരിശുദ്ധാത്മ പറയുന്നത് നമ്മളെ നിത്യ തേജസ്സിനായി ദൈവം വിളിച്ചിരിക്കുന്ന തേജസ്സിനെ പ്രാപിപ്പാൻ നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അടുത്തായിട്ട് പറയുകയാണ്,
സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി നമ്മളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. അന്നേരം ഈ വാക്യത്തിൽ തന്നെ, ഈ 10-ാം വാക്യത്തിൽ തന്നെ എന്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്? അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നമ്മൾ. അന്നേരം നമ്മുടെ കഷ്ടതയ്ക്ക് ക്ഷണ നേരമേ ഉള്ളൂ, അല്പകാലത്തേക്കുള്ള കഷ്ടമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹിക്കണം. സഹിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടി, നിത്യ തേജസ്സിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അടുത്തായിട്ട് പറയുകയാണ്, ആമേൻ, വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുക, സർവകൃപാലുവായ ഒരു ദൈവം. നമ്മുടെ ദൈവം കൃപാലുവായ, കൃപയുള്ള, കരുണയുള്ള, മനസ്സലിവുള്ള, ദീർഘക്ഷമയുള്ള ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. അതൊരു സർവകൃപാലുവായ, അമ്മേ, നമ്മോട് കൃപ കാണിക്കുന്ന ഈ ദൈവം എന്ത് ചെയ്യുന്നു? അവിടുന്ന് നമ്മളെ ആമേൻ യഥാസ്ഥാനപ്പെടുത്തി നമ്മളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. അന്നേരം പരിശുദ്ധാത്മാ പറയുന്നു, ഈ സർവകൃപാലുവായ ദൈവം നമ്മളെ എന്ത് ചെയ്യാണ്? യഥാസ്ഥാനപ്പെടുത്തുന്നു, നമ്മളെ ഉറപ്പിക്കുന്നു, നമ്മളെ ശക്തീകരിക്കുന്നു. നേരം നമ്മൾ മനസ്സിലാക്കേണ്ട, ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളുടെ പിൻപിലുള്ളത് അവൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിളി ആ നിത്യ തേജസ്സിനായിട്ടുള്ള വിളിയാണ്. അന്നേരം പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ തളരാതെ കൊണ്ട് നാം അതിനെ സഹിക്കുമ്പോൾ നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നു? കൃപാലുവായ ദൈവം നമ്മുടെ കൃപ തോന്നി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പ്രതിസന്ധിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൂടുതലായിട്ട് യഥാസ്ഥാനപ്പെടുക, ദൈവത്തോട് അടുത്ത് വരിക, ദൈവത്തോട് ചേർന്ന് വരിക, ദൈവത്തോട് പറ്റിച്ചേരുക. ഹല്ലേലൂയ. അമ്മ, നമ്മൾ 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഏറെ ഗുണമായി. അതായത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ കഷ്ടങ്ങൾ വരുമ്പോൾ അമ്മ ദൈവത്തിന്റെ ചട്ടങ്ങളെ പഠിപ്പാനും അമ്മൻ അതുപോലെ ദൈവത്തോട് നമുക്ക് അടുക്കുവാനും അങ്ങനെ നമുക്കൊരു യഥാസ്ഥാനം ഉണ്ടാകുവാനും അങ്ങനെ ദൈവം നമ്പുരാൻ ആ നിത്യ തേജസ്സിനായി നമ്മെ ഉറപ്പിച്ച് നമ്മുടെ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ദിവസങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അവിടുത്തെ നിത്യ തേജസ്സിനായി അങ്ങ് വിളിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന എത്ര വലിയ പ്രതിസന്ധിയാണേലും ആ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ തളരാതെ, കർത്താവെ, ഞാൻ ക്ഷീണിക്കാതെ, ഞാനതിനെ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ യോബ് പറഞ്ഞതുപോലെ, യോബ് മാത്രമല്ല, നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ തിരുവചനത്തിലെ ഓരോ ഭാഗങ്ങളിലും വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ നേരെ കടന്നു വന്നത് അവർ സന്തോഷത്തോടെ അവർ സഹിച്ചു. ഹല്ലേലൂയ. അവരത് സഹിക്കാൻ തയ്യാറായതുകൊണ്ട് ദൈവം തമ്പുരാൻ അവരെ പിന്നത്തേതിൽ ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വയതിൽ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ സഹിക്കുക. അന്നേരം നമ്മളിത് സഹിക്കുമ്പോൾ നമ്മളിവിടെ യഥാസ്ഥാനം നടക്കുക. അവൻ അപ്പോൾ തന്നെ നമ്മളെ ദൈവം തമ്പുരാൻ ഉറപ്പിക്കുക, നമ്മളെ ശക്തീകരിക്കുക ചെയ്യുന്നത്. അങ്ങനെ നിത്യ തേജസ്സിലേക്ക് ദൈവം നമ്മെ നടത്തും. അന്നേരം ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടിയ, നമ്മൾ പാലിക്കേണ്ടതായ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില സത്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ട് സമയമില്ല. കാരണം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുക. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വരതാമസം നാളെ നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാം. കർത്താവിൻ്റെ വരതാമസിക്കുന്നെങ്കിൽ സമയമുണ്ടെങ്കിൽ ദൈവാവസരം തന്നാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് നമ്മെ ശക്തീകരിക്കുന്ന ദൈവം എന്തിനു വേണ്ടി? ആ നിത്യ തേജസ്സിനെ പ്രാപിക്കുന്നതിന് വേണ്ടി. ഈ രാത്രി ആ കർത്തൃസന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ എൻ്റെ വിളിയുടെ ആ ഉദ്ദേശം എനിക്ക് തിരിച്ചറിയാൻ എൻ്റെ കർത്താവിനെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരു അരമണിക്കൂർ സമയം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാം. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ,
എന്നാൽ ഉച്ചയ്ക്കത്തെ അപ്ഡേറ്റ് അനുസരിച്ച് വേൾഡില് കണക്കനുസരിച്ച് 13,97,651 രോഗികൾ ഉച്ചയ്ക്കെത്തിയ ഈ രാത്രി ആയപ്പോഴത്തേന് ഈ സംഖ്യയൊക്കെ കടന്നിട്ടുണ്ട്. ഇത്ര രോഗികളുണ്ട്. മരണം 10,000-കണക്കിനാണ്, നമുക്കറിയാവുന്നതാണ്. നമ്മൾ മാധ്യമങ്ങളൊക്കെ വായിക്കുന്നല്ലോ, ഞാൻ ഓർപ്പിക്കുന്നില്ല. ഒരു ഭയങ്കരമായ ഒരു സംഖ്യയിലേക്കാണ് ചെല്ലുന്നത്. ഞാൻ ഒരു വാക്ക് പറയാം. ഇന്നലെ രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന സമയം ഞാൻ ഓർപ്പിച്ചതിനേക്കാൾ 8,000 പേരോളം ഈ രാത്രി കൂടിയിട്ടുണ്ട്. ഈ 24 അവേഴ്സിനുള്ളിൽ 8,000 പേരോളം വർദ്ധിച്ചിരിക്കുക. രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു പരിഹാരവുമില്ല. ശക്തമായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ രാത്രിയിൽ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, പ്രധാനമായ വിഷയം, ആദ്യത്തെ വിഷയം, ഈ രോഗബാധിതരായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമുക്ക് ജനകൂട്ടമായിട്ട് രോഗികളായാൽ ഒരു രാജ്യത്തിനും അവർക്ക് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ഈവൻ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും, ഇന്ത്യയിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ലോകത്തിൽ ഒരു രാജ്യങ്ങൾക്ക് നമ്മളിപ്പോൾ അത് നമ്മൾ കണ്ണാൽ കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം ഈ രോഗബാധിതരായിരിക്കുന്ന പോസിറ്റീവ് കേസുകൾ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതിരിക്കുക. എനിക്കറിയാം, വിദേശങ്ങളിലുള്ള പല സഹോദരങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കുമ്പോൾ ഓർപ്പിച്ചിട്ടുള്ളത്, അവരുടെ ഈ രോഗലക്ഷണമുണ്ട്, പോസിറ്റീവ് എന്നറിയാം. ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക, നിങ്ങൾ വിശ്രമിക്കുക. അടുത്തായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി ഹോസ്പിറ്റലിൽ ചെന്നാൽ അവരെന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് നൽകിയിട്ട് നേരെ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് വിടുക. കാരണം അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം അതിനുള്ള സൗകര്യങ്ങളില്ല, സ്ഥലമില്ല. ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധി, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്നിച്ച് അല്പസമയം ദൈവത്തോട് ഈ രാത്രി പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അത്ഭുതകരമായ നിലയിൽ ഈ 14 ലക്ഷത്തോളം അതിനേക്കാളൊക്കെ സംഖ്യ കൂടുതലാണ്. ഇത്രയും ജനത്തെ കർത്താവെ ഇന്ന് രാത്രി വിടുവിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ ദൈവം വർദ്ധിപ്പിക്കുവാൻ, ഹല്ലേലൂയ, അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ദൈവം വർദ്ധിപ്പിക്കുവാൻ, അങ്ങനെ അവർക്ക് ഈ രോഗത്തെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നൽകുവാൻ, ഹല്ലേലൂയ, മരണമല്ല സൗഖ്യം വ്യാപരിപ്പാൻ ഈ രാത്രി ദൈവമക്കളെ നമുക്ക് ഒന്നിച്ച് അല്പസമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയല്ലേ? നമ്മുടെ ഭവനങ്ങളിൽ നമ്മ ഈ രാത്രി ആയിരിക്കുമ്പോൾ നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് വേർതിരിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരാരും ആകത്തില്ല ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അല്ലെങ്കിൽ രോഗബാധിതരായിരിക്കുന്നത്. നമുക്ക് പരിചയമില്ലാത്ത ആർക്കോ വേണ്ടി നാം ഈ രാത്രി പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വിടുതൽ അവരുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ആത്മാർത്ഥമായി ഏക മനസ്സോട് ഐകമത്യപ്പെട്ട് ദൈവസന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ സ്വർഗത്തിലെ ദൈവം നിശ്ചയമായിട്ട് കൃപ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേര് ലൈവിലുണ്ടെന്നോ, എത്ര പേര് പ്രാർത്ഥിപ്പാനുണ്ടെന്നോ, എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ എനിക്കറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ജസ്റ്റ് പ്രാർത്ഥന വിഷയം ഓർപ്പിക്കുന്നു. നമുക്ക് മനസ്സോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർക്ക് ഈ രോഗം വന്നാൽ നമ്മൾ എത്ര ആത്മാർത്ഥതയോടെ എത്ര വേദനയോടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അതേപോലെ നമുക്ക് ഈ രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഒരു വ്യക്തി രോഗബാധിതനായാൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കും, എത്ര നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. അതിനനുസരിച്ച് നമുക്ക് ഈ രാത്രി 14 ലക്ഷത്തിൽ പരം ജനം രോഗബാധിതരായി ലോകത്തിന് വിവിധ ഭാഗങ്ങളായിരിക്കുമ്പോൾ അവരുടെ മേൽ ഈ രാത്രി ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിപ്പാൻ, ഹല്ലേലൂയ, നമുക്ക് ഒന്നിച്ച് ദൈവസനെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ശരീരത്തിൽ അവർ സൗഖ്യം, അവരെ രോഗം ഫീൽ ചെയ്യുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയ പ്രശ്നം അവരുടെ മനസ്സിനാണ്. നമുക്കറിയാം, ഈ രോഗമൊക്കെ ബാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്ക, മരിച്ചു പോകുമോ എന്നുള്ളതാ. തങ്ങളുടെ ഉറ്റവരെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള ആശങ്ക അനേകരെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ
ആമേൻ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പോസിറ്റീവാന്ന് അറിഞ്ഞപ്പോൾ ആമേൻ അവരുടെ വിദൂരതയിലുള്ള ആമേൻ അവരുടെ ഉറ്റവർ വളരെ വേദനയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരെയും ഈ രാത്രി ഓർക്കാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, അപ്പച്ചാ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഈ പ്രതിസന്ധി ഉരുവായത് മുതൽ കർത്താവേ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ എൻ്റെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. 14 ലക്ഷത്തിൽ പരം ജനം കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗബാധിതരായിട്ട് കർത്താവെ അതിൽ 4% ആൾക്കാർ സീരിയസ് ആയിട്ടായിരിക്കുമ്പോൾ കർത്താവെ ഇന്ന് രാത്രിയിൽ ആ ജനത്തിനു വേണ്ടി അടിയങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനോട് ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഒരു അത്ഭുത വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ. കർത്താവെ രോഗികളെ അക്കോമഡേറ്റ് ചെയ്യാൻ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ കർത്താവെ ഒരു രാജ്യത്തിന് കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം കർത്താവെ. അവൻ എത്രയും വേഗം അവൻ അവരുടെ ശരീരത്തിലുള്ള ഈ അണുക്കൾ അവൻ പൂർണ്ണമായിട്ടില്ലാതാകുവാൻ തക്കവണ്ണം, പൂർണ്ണ സൗഖ്യം അവരുടെ ശരീരത്തിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഒരു അത്ഭുത വിടുതല് എൻ്റെ ദൈവം അവർക്ക് നൽകാൻ തക്കവണ്ണം പരിശുദ്ധനെ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. അവൻ അവരുടെ ശരീരത്തിലുള്ള അവൻ ഇപ്പോൾ അവർ അഭിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ അവർ അഭിയിരിക്കുന്ന പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ പനി മാറിപ്പോകട്ടെ. കർത്താവെ മറ്റുള്ള അവൻ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. കർത്താവെ ശ്വാസമുട്ടൽ മാറിപ്പോകട്ടെ. ദൈവത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ. സൗഖ്യം നടക്കട്ടെ. കർത്താവെ ഇന്ന് രാത്രിയിൽ അവൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ ഒരു വലിയ വിടുതൽ കർത്താവേ അവിടെ നയിക്കുമാറാകണം. അത്ഭുതം സംഭവിക്കണമേ കർത്താവേ. കർത്താവേ പലരും വളരെയധികം മാനസിക ഭാരത്തിലാണ്. തങ്ങളുടെ ഉച്ചവരെ ഒന്ന് കാണാൻ കഴിയുമെന്നുള്ള ആശങ്കയിൽ കർത്താവെ പലരുമായിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവരെ ആശ്വസിപ്പിക്കണമേ, ദൈവരെ ബലപ്പെടുത്തണമേ. അപ്പ അവിടുന്ന് അവരെ സഹായിക്കണമേ, ധൈര്യം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. അവൻ കർത്താവെ ദൈവർക്ക് ധൈര്യം പകരണമേ കർത്താവെ, അവിടുന്ന് സഹായിക്കണം കർത്താവെ. തങ്ങളുടെ പ്രിയപ്പെട്ടവര് അവൻ പോസിറ്റീവായത് മൂലം അതറിഞ്ഞ് കർത്താവെ വളരെ വേദനയോട് കർത്താവെ വിവിധ ഇടങ്ങളായിരിക്കുന്ന അവൻ അവരുടെ ഉറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ കേരളത്തില് ഞങ്ങളുടെ മലയാളികളായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര് വേദനയോടെ ആയിരിക്കുന്നു. അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർ വേദനയോടെ ആയിരിക്കുന്നു. കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ, ആത്മധൈര്യം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ, ധൈര്യം പകരണമേ കർത്താവെ. എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ ഒരു വലിയ വിടുതൽ കാണുവാൻ തക്കവണ്ണം ഈ രാത്രി എന്റെ ദൈവകൃപ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്തൃകാര്യങ്ങളിലേക്ക് രാത്രി ഞങ്ങൾ അടുത്ത് വരുന്നു പിതാവെ. അവിടുന്ന് അത്ഭുതം ചെയ്താട്ട് വാസ്തവമായിട്ട് അങ്ങയുടെ വിടുതല് ജനത്തിമേൽ അവിടെ നയിക്കണം. ദൈവപ്രവൃത്തിയാണ് പിതാവെ കൃപ പകർന്നാട്ട് രോഗബാധിതരായിരിക്കുന്ന എല്ലാവരെയും എന്റെ അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രാത്രി വരെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ വലിയ വിടുതൽ ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. സൗഖ്യം നടക്കട്ടെ, അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം മരണത്താൽ 10,000-കണക്കിന് ജനം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആമേൻ ഈ മരണത്താൽ ഈ രോഗം വന്ന് മാറ്റപ്പെട്ടവരെ ഒന്ന് ശുശ്രൂഷിക്കാനോ അവരെ ഒന്ന് അവസാനമായി കാണാനോ എന്തിനാ അവരുടെ ആ ശരീരം ഒന്നും മറവ് ചെയ്യാൻ പോലുമുള്ള അവസരം അവൻ ലഭിച്ചില്ലെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. പലയിടങ്ങളിലും മരണപ്പെട്ടവരുടെ ഭൗമശരീരം നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ വണ്ണം നമുക്കറിയാം. ദുബൈയിൽ ഇന്നലെ ഉണ്ടായ സംഭവം പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് അതാതിടങ്ങളിൽ തന്നെ ആ ഭൗമശരീരം അടക്കം ചെയ്യുക എത്ര ഹൃദയഭേദകമായ ഒരു വിഷയമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ പോലും അവസരം ലഭിക്കാതെ വണ്ണം ഹൃദയം തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കുവാൻ ഹല്ലേലൂയ
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ദൈവം അവിടുന്ന് ആശ്വസിപ്പിക്കാം. ദൈവ സമാധാനം അവരുടെ മേൽ പകരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിച്ച് ദൈവത്തോട് സമയം പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമേ, അവരെ സഹായിക്കണമേ, അവർക്ക് ധൈര്യം കൊടുക്കണമേ, അവർക്ക് സമാധാനം കൊടുക്കണമേ. ഹല്ലേലൂയ. അവരുടെ മനസ്സിന് ശാന്തി അയക്കണമേ. നമുക്ക് ദൈവത്തോട് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗ്ഗപിതാവേ, ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവെ, ഞങ്ങളോട് നീ കരുണയുള്ള ദൈവമാണ്. കർത്താവെ, ആമേൻ, ഈ രോഗമെന്ന് ആമേൻ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട കർത്താവെ, ആ പ്രിയപ്പെട്ടവരുടെ ആമേൻ ആ ഉറ്റവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ നഷ്ടപ്പെട്ടു, ആമേൻ ഭർത്താവ് നഷ്ടപ്പെട്ടു, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, അതുപോലെ കർത്താവ് സ്നേഹിതരെ നഷ്ടപ്പെട്ടവർ, അവൻ അങ്ങനെ വലിയ വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി രാത്രി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സമാധാനവും ആശ്വാസവും പ്രത്യാശയും ദൈവം രാത്രി ജനത്തിന്മേൽ പകർന്ന് ദൈവമേ അവിടുത്തെ ജനത്തെ സഹായിക്കണമേ എന്ന തിരുസന്നിധിയിൽ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടുന്ന് ആശ്വസിപ്പിക്കണം, അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് സമാധാനം കൊടുക്കണം, അവിടുന്ന് പ്രത്യാശ കൊടുക്കണം, അവിടുന്ന് വിടുവിക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം എല്ലാ ദൈവമായ കർത്താവേ അവിടുന്ന് കൃപ ചെയ്താട്ട് എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാഥന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി കർത്താവെ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അവരെ സഹായിക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് സമാധാനം കൊടുക്കുന്ന, അവർക്ക് ആശ്വാസം പകരുന്ന പരിശുദ്ധന്റെ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. കരങ്ങളിലേക്ക് ഞങ്ങൾ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നപ്പാ, കരുണ തോന്നണം, പിടിപ്പിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും എത്രയും വേഗം ഈ രോഗത്തിൽ നിന്ന് ഒരു വിടുതൽ ദൈവം നൽകുവാൻ, ആമേൻ, ഈ വൈറസിനെ ദൈവം തമ്പുരാൻ ലോകരാജ്യങ്ങൾ തുടച്ചു മാറ്റുവാൻ ദൈവത്തിന് പ്രസാദമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ആമേൻ വന്നിരിക്കുന്ന ചില വാർത്തകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം 2 വർഷത്തോളമൊക്കെ ആമേൻ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം പ്രാപിക്കാൻ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ആമേൻ, അതിനനുസരിച്ച് നമ്മൾ ആയിരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഇത് മാറാവുന്നതേ ഉള്ളൂ. ദൈവം ഒരു പ്രവൃത്തി അയക്കുന്നതിനായിട്ട് ഈ രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എത്ര വേഗം ഈ രോഗത്തിൽ നിന്ന് രാജ്യങ്ങൾ വിമുക്തരാകുവാൻ, വിമുക്തി നേടുവാൻ തക്കവണ്ണം, അത്ഭുതകരമായി ദൈവ സഹായിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൃപയാൽ ഇന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 28 സ്റ്റേറ്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ദൈവരങ്ങൾ ഏൽപ്പിക്കാം. നമുക്ക് ആമേൻ ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ദൈവരങ്ങൾ ഏൽപ്പിക്കാം. ആമേൻ ഗൾഫിനായി, ആമേൻ സൗദിക്കായിട്ട്, ആമേൻ പ്രിയ ശാശ UAE-ക്കായിട്ട്, സിംഗപ്പൂരിനായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ദൈവരങ്ങൾ ഏൽപ്പിച്ച ദൈവത്തിന്റെ വിടുതൽ അതാതിടങ്ങളിൽ വ്യാപരിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഓഷ്യാനിക്ക് രാജ്യങ്ങളെ ഏൽപ്പിക്കാം, കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം ആമേൻ അമേരിക്കയിൽ ഏകദേശം ഇന്ന് രോഗബാധിതരായിരിക്കുന്നവരുടെ, ആമേൻ രോഗമുള്ളവരുടെ ആമേൻ ഏകദേശം പകുതിയോളം ജനം, പകുതിയോളം ജനം ആമേൻ അമേരിക്ക തന്നെയുണ്ട്. ദൈവം അത്ഭുതകരമായ നിലയിൽ ആ രാജ്യത്തെ വിടുവിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ പ്രതിസന്ധി വളരെ ഗുരുതരമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ആമേൻ ആ മോശമായ പ്രവൃത്തി മൂലമാണ് അങ്ങനെയൊക്കെ ആയതെന്ന് ആരും ചെന്ന് പറയരുത്. ആമേൻ നമ്മുടെ രാജ്യത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതെങ്ങും എത്താതിരിക്കുന്നില്ല, എല്ലായിടത്തും വൈറസ് എത്തുന്നുണ്ട്. നമുക്ക് ഈ രാജ്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം കർത്താവ് ഈ രോഗത്തിൽ നിന്ന് ആമേൻ ഈ രാജ്യങ്ങളെ വിടുവിക്കുവാൻ നമുക്ക് ദൈവത്തോട് ശക്തമായിട്ട് ഈ രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അനേക സഹോദരങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആമേൻ ഗൾഫിലുണ്ട്, സൗദിയിലുണ്ട്, സിംഗപ്പൂരിലുണ്ട്, ഏഷ്യയിലെ രാജ്യങ്ങളിലുണ്ട്, ആമേൻ യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ആമേൻ ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലാൻഡിലുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. എവിടെയാണ് നമ്മുടെ മലയാളികളില്ലാത്ത, നമ്മുടെ സഹോദരങ്ങളില്ലാത്ത? നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ചെയ്യുന്ന പ്രയത്നത്തിന്റെ ഫലം
ഈ ദിനങ്ങൾ കാണാൻ തക്കോണം സ്വർഗ്ഗത്തിലെ ദൈവം കൃപ പകരുന്നതിനായി നമുക്കൊന്നിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗ്ഗ പിതാവേ, ഈ സമയം പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്തൃസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവേ, ഈ ദിവസങ്ങൾ ഈ ലോകത്തിൽ നിന്ന് എത്രയും വേഗം കർത്താവെ അവിടുന്ന് ലോകരാജ്യങ്ങളെ ദൈവം അവിടുന്ന് വിടുവിക്കുന്നതിനായിട്ട് സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനെ ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേരളത്തില് ആമേൻ ഒരു രോഗി പോലും ഇല്ലാത്ത, ഒരു കേസ് പോലും ഇല്ലാത്ത ആമേൻ ഒരു ദിനത്തിന് വേണ്ടി ദൈവസനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം സ്വർഗ്ഗത്തിലെ ദൈവം ഒരു വിടുതല് ഞങ്ങളുടെ കേരളത്തിൽ അയക്കണം, ഞങ്ങളുടെ ഇന്ത്യയിൽ അയക്കണം. 28 സ്റ്റേറ്റുകളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ കർത്താവെ അവിടെ അയക്കണം. മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുപോലെ ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, രോഗം അതിവേഗം ഞങ്ങളുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സ്റ്റേറ്റുകളിൽ ദൈവത്തിന് വലിയ വിടുതൽ എത്രയും വേഗം വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന പരിശുദ്ധനെ നിന്റെ വലിയ കൃപയ്ക്കാട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റുകളെയും ദൈവം പിടിവെച്ചാട്ട് വലിയ ദൈവപ്രവൃത്തി കാണാൻ ഇടയാകണമേ. കർത്താവ്, ഞങ്ങൾ ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ദൈവങ്ങളെ ഏൽപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. ഗൾഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് UAE വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സിംഗപ്പൂരിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സൗദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മസ്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബഹ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും വിടുവിക്കുമാറാകണമേ. കർത്താവെ, സൗദി അറേബ്യ പിടിവിക്കണമേ. കർത്താവെ, ഏഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളെയും പിടിവിക്കണമേ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവീയ വിടുതലോടെ വ്യാപരിക്കുമാറാകണമേ. കർത്താവെ, ഓഷ്യാനിക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓസ്ട്രേലിയ ഏൽപ്പിക്കുന്നു, ന്യൂസിലാൻഡിനെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ UK വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്പെയിനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇറ്റലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ കർത്താവെ, യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളില് ദൈവത്തിന് വലിയ പ്രവൃത്തി ദിവസങ്ങളില് അപ്പ നീ അയക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കാട് സ്തോത്രം. ഞങ്ങൾ കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാനഡയെ വിടുവിക്കുമാറാകണമേ. ഒരു വലിയ വിടുതൽ ഞങ്ങൾക്ക് രാജ്യത്ത് കാണുവാൻ എല്ലാ സ്വർഗം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അമേരിക്കയോട് ദൈവം മനസ്സലിയണമേ. കർത്താവേ, ആമേൻ, ആ രാജ്യത്ത് ആമേൻ രോഗം അതിവേഗം വ്യാപിക്കുന്നു. ദൈവത്തിന് അത്ഭുതം യേശുവിന്റെ നാമത്തിൽ ആ രാജ്യത്ത് വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവേ, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും പഠിപ്പിക്കണമേ. 210 രാജ്യങ്ങളില് കർത്താവേ, അതുപോലെ ടെറിട്ടോറികളില് 2 ക്രൂസ് ഷിപ്പുകളില് രോഗം കർത്താവെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നല്ലോ, അവിടെയെല്ലാം യേശുവിന്റെ വിടുതൽ എത്രയും വേഗം നടന്ന് കർത്താവേ, അവൻ ഈ രോഗാണുവിനെ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റുന്ന ഒരനുഭവത്തിന് വേണ്ടി ദൈവസൈന്യങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ. അവിടുന്ന് അത്ഭുതകരമായ നിലയിൽ കർത്താവ് രാജ്യങ്ങളെ വിടുവിക്കണം. കർത്താവ്, ഞങ്ങളുടെ അനേക സഹോദരങ്ങൾ ജോലി തേടി ഈ രാജ്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. കർത്താവ്, വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് കടന്നുപോയിരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവവും അവരെ സൂക്ഷിച്ച് സകല അനർത്ഥത്തിൽ നിന്നും വിടുവിച്ച് സകല തിന്മയിൽ നിന്നും വിടുവിച്ച് ദൈവം അവരെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കാണ് നന്ദി കരേറ്റുന്നു പിതാവേ. അടുത്ത ബലമുള്ള കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സൂക്ഷിക്കണമേ, കൃപയിൽ അവരെ മറയ്ക്കണമേ. യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ആർക്കുണ്ടാവാൻ പിതാവേ നീ അനുവദിക്കരുത്. കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ ആമേൻ ഈ ഓരോ രാജ്യങ്ങളുടെയും ഭരണാധിപന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ അവരുടെ ആ പ്രയത്നത്തിന്റെ ഫലം ഈ ദിവസം കാണുവാൻ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ പകരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇന്ത്യയിലെ ആമേൻ കർത്താവേ, ഗവൺമെന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവേ, ലോകമ്പാടുമുള്ള എല്ലാ ആമേൻ കർത്താവേ, ജനത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭരണത്തെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരെയും ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. പിതാവേ, ഈ നാളുകളിൽ അവരുടെ പ്രയത്നഫലം കണ്ട് സന്തോഷിപ്പാൻ പിതാവേ നീ കൃപ പകരുന്നതിനായി സ്തോത്രം. കർത്തൃകരങ്ങളിൽ വിഷയത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമുക്ക് ഈ രാത്രിയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഡോക്ടർമാരായി, നേഴ്സുമാരായി, അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളായി ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ സംഭവിപ്പാൻ തക്കോണം നമുക്ക് ദൈവത്തോട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതകരമായ നിലയിൽ അവരെ സഹായിക്കട്ടെ. അവർക്ക് ആമേൻ കുടുംബമുണ്ട്. ആമേൻ, അവര് ആമേൻ ആ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നു. മറ്റുള്ളവർ ജീവൻ
രക്ഷിക്കുന്നതിന് വേണ്ടി സഹോദരങ്ങൾ അധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ലീവ് പോലും ലഭിക്കാതെ, അവധി ലഭിക്കാതെ ഇവര് ഹോസ്പിറ്റലുകളിൽ ഈ രോഗികളെ ശുശ്രൂഷ കൊണ്ട് നിൽക്കുന്നു. നമുക്കറിയാം, പലരും രോഗികളായി മാറി. പലരോട് ബന്ധപ്പെട്ട ദുഃഖവാർത്തകൾ വന്നു. ഈ രാത്രി നമുക്ക് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ കർത്താവ് രോഗബാധിതരാണല്ലോ. ദൈവം അവരെ അത്ഭുതകരമായ നിലയിൽ അവരെ വിടുവിക്കുമാറാകണമേ കർത്താവ്. ഒരു ദുഃഖവാർത്ത കേൾപ്പാൻ എന്റെ ദൈവം അനുവദിക്കരുത്. ഇന്ന് രാത്രി ഞങ്ങൾ അവരെ ദൈവങ്ങൾ സമർപ്പിച്ച യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അവരെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ കർത്താവെ. കാര്യങ്ങളൊക്കെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം അവരെ നിൽക്കുമ്പോൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്ന് രാത്രി എല്ലാവരും സൂക്ഷിക്കുന്ന പരിപാലിക്കുന്നതിനായി സ്തോത്രം. കരങ്ങൾ ഏൽപ്പിക്കുന്ന ഇവിടുന്ന് അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് രോഗം മൂലം ജോലി നഷ്ടപ്പെട്ട ഹല്ലേലൂയ ആമേൻ അനേക പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജനത്തിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുക. വലിയ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവിക വിടുതല് യാവരിപ്പന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും ഗൗരവമായൊരു വിഷയം. ഈ ജോലി നേടുന്ന സഹോദരങ്ങളൊക്കെ അവരുടെ ജോലി അവർക്ക് സേഫ് എന്ന നിലയിൽ അവര് പല കാര്യങ്ങളും ബാങ്ക് ലോണൊക്കെ എടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടാൽ വലിയ ഒരു സാമ്പത്തിക തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കും നമുക്കറിയത്തില്ല. ഇന്ന് രാത്രി ജോലി ഈ രോഗം മൂലം നഷ്ടപ്പെട്ട എല്ലാവരെയും നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിച്ച് ദൈവം അവരെ സഹായിക്കാൻ, അവർക്ക് എത്ര വേഗം ഈ പ്രതിസന്ധി കഴിയുമ്പോൾ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ തക്കവണ്ണം ഗൾഫിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സഹോദരങ്ങളുടെ വിസ ക്യാൻസൽ ആകാനോ വിസ നഷ്ടപ്പെടാനോ ഒന്നും ഇടയാകരുത്. അതാത് സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലിക്ക് പ്രവേശിപ്പാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യുന്നതിനായി ജോലി നഷ്ടപ്പെട്ട എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എത്ര വേഗം ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാജ്യങ്ങൾക്ക് കരകയറുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ദൈവങ്ങളെ, ഈ രോഗം ബാധിച്ചിരിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ അനേക ജനം പലയിടങ്ങളിൽ ഭാരപ്പെടുക. നമ്മുടെ രാജ്യത്ത് പോലും കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കാതെ ജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഗൾഫ് രാജ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകളൊക്കെ ആയിരിക്കുന്നവര് ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. എത്രയധികം മാനസികമായിട്ട് പ്രയാസത്തിലാണ് അവരായിരിക്കുന്നത്. ഈ രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പല വികസിത രാജ്യങ്ങളിലും ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനുഭവം ഉണ്ട്. നമുക്ക് ഈ രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായ നിലയിൽ അവരെ വിടുവിക്കാൻ സഹായിക്കാൻ ചെയ്യട്ടെ. ദൈവം വഴി തുറക്കട്ടെ. ദൈവം അത്ഭുതം ചെയ്യട്ടെ. ഹല്ലേലൂയ. ജോലി നഷ്ടപ്പെട്ട എല്ലാവരെയും ഓർത്ത്, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗ്ഗ പിതാവേ, ഈ രാത്രി ഞങ്ങൾ പിന്നെ ദൈവസന്നിധിയിൽ കടന്നു വരികയാണ്. പരിശുദ്ധ പിതാവേ, രാത്രിയിൽ ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആമേൻ. കർത്താവെ, അവിടുന്ന് അത്ഭുതകരമായ നിലയിൽ അവരെ സഹായിക്കണമേ. ഈ പ്രതിസന്ധി കഴിയുമ്പോൾ കർത്താവെ, ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൃപ ചെയ്യണമേ. ആരുടെ വിസ ക്യാൻസൽ ആകരുത്, ആരുടെ വിസ റദ്ദ് ചെയ്യപ്പെടുവാൻ ഇടയാകരുത്. ദൈവം അത്ഭുതം ചെയ്യണമേ കർത്താവേ. ആമേൻ. അവർ കർത്താവെ, അവരുടെ ജോലി സേഫ് എന്ന നിലയിൽ കർത്താവെ, അവർ ലോൺ എടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കർത്താവെ, അതിന്റെ അടവുകളൊക്കെ കൃത്യമായിട്ട് നടക്കേണ്ടതാണ്. പലവിധമായ പ്ലാൻ പദ്ധതിയും ഒക്കെ അവർക്കുണ്ട്. കർത്താവെ, ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ എത്തിയിരിക്കുമ്പോൾ കർത്താവെ, ജോലി നഷ്ടപ്പെട്ടു പോലെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അവരെ സഹായിക്കുമാറാകണമേ. അത്ഭുതകരമായ നിലയിൽ വഴികളെ ദൈവം തുറക്കുമാറാകണമേ. ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ പിതാവെ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ദൈവത്തിൽ അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രത്യേകിച്ച് കർത്താവെ, പ്രതിസന്ധിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവസനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെ, ഉടുപ്പാൻ ശുദ്ധജലമില്ലാതെ, മറ്റവശ്യ വസ്തുക്കളില്ലാതെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി വിഷയത്തെ ഞങ്ങൾ ഏൽപ്പിച്ച
പിതാവെ ഞങ്ങൾ തിരുസനെ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതൽ കാണാം പിതാവെ, കൃപ പകർന്നാട്ട് നന്മയ്ക്ക് അവിടെ അടയാളം ദൈവം ചെയ്യണമേ. വിടുതൽ വ്യാപരിക്കണമേ. ദൈവത്തോട് വെളിപ്പെടുവാറാകണമേ. കരങ്ങളിലേക്ക് രാത്രി വിഷയങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പുത്രനെ ഉയർത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവങ്ങളെ, നമ്മൾ ഈ വിഷയം ഓർത്ത് ശക്തമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ആമേൻ. ജോലിയില്ലാതെ ജനമായാൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരരുത്. ഭക്ഷണമില്ലാതെ, ആമേൻ, കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം. അവരെല്ലാം നമുക്ക് തുടർന്നും പ്രാർത്ഥിപ്പാനിടയാകട്ടെ. നമ്മളതുപോലെ നമ്മൾ വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ലോക്ക്ഡൗണിൽ ആമേൻ ഈ ക്യാൻസർ രോഗികൾ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കൃത്യമായിട്ട് ലഭിക്കേണ്ടിവരാ. അതുപോലെ തന്നെ ഡയാലിസിസ് ആമേൻ കൃത്യമായിട്ട് നടക്കേണ്ടിയ വൃക്ക രോഗികൾ, അതുപോലെ തന്നെ അവയവങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന, കിഡ്നി മാറ്റിവെച്ച, അതുപോലെ തന്നെ കരൾ മാറ്റിവെച്ച, ആമേൻ, അങ്ങനെ ആ അവയവങ്ങൾ മാറ്റിവെച്ച് ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, അവർക്ക് കൃത്യമായിട്ട് മരുന്ന് ലഭിക്കാതെ ഇരിക്കുന്നു. അങ്ങനെ വളരെ പ്രതിസന്ധിയിൽ കൂടെ ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഗുരുതര രോഗമുള്ളവർ, അടിയന്തരമായി സർജറി നടക്കേണ്ടിയിരുന്നവർ, അതൊക്കെ നടക്കാത്ത ഒരവസ്ഥയിലാണ് ആയിരിക്കുന്നത്. നമുക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗുരുതരമായി രോഗം ബാധിച്ച എല്ലാവരുടെയും ആരോഗ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരാരും പ്രോപ്പർ ട്രീറ്റ്മെന്റ് ലഭിക്കാതെ ആമേൻ മരണപ്പെടുവാനോ മറ്റൊരു പ്രതിസന്ധിയിലാകാൻ ഇടയാകാതെ വേണം ദൈവരെ സഹായിക്കുന്നതിനായി ഈ രാത്രി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗ്ഗ പിതാവേ, ഈ സമയം ഞങ്ങൾ ഒന്നിച്ച് കർത്തൃസന്നിധിയിലേക്ക് വിഷയമായിട്ട് ഞങ്ങൾ കടന്നു വരുന്നു. പരിശുദ്ധ പിതാവേ, അവിടുന്ന് കരുണ തോന്നുമാറാകണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ ഈ രാത്രി ദൈവസനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസർ രോഗികളായി, വൃക്ക രോഗികളായി, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരായി, അവയവങ്ങൾ മാറ്റിവെച്ച് ട്രീറ്റ്മെന്റിലായിരിക്കുന്നവരായി, കർത്താവെ, ഗുരുതരമായി മറ്റ് രോഗമുള്ളവരായി, ഡയബറ്റിക്, പ്രഷർ, കർത്താവെ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അതുപോലെ കർത്താവെ മറ്റ് ഗുരുതരമായ രോഗമുള്ളവർ, സർജറി ആവശ്യമുള്ളവർ എല്ലാവരെയും ദൈവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ദിവസങ്ങളിൽ ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവെ, അവരൊരു ശാരീരികമായിട്ട് വലിയ പ്രതിസന്ധിയിലാകാൻ ഇടയാകരുത്. ദൈവർക്ക് നല്ല ആരോഗ്യം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, ദൈവരെ വിടുവിക്കണമേ. ഞങ്ങൾ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ വിഷയങ്ങളെ ഏൽപ്പിച്ച പരിശുദ്ധനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരുണ തോന്നണം, ദൈവീയ വിടുതൽ വ്യാപരിക്കണം. കർത്താവ് അവിടുന്ന് വെള്ളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുന്ന, സഹായിക്കുന്ന ദൈവത്തിന് വലിയ ദയക്കായ സ്തോത്രം. കർത്തൃകരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് അടുത്തായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം, എത്ര വേഗം ഈ രോഗത്തോട് ബന്ധപ്പെട്ട് ഫലപ്രദമായ മെഡിസിൻ കണ്ടുപിടിക്കുവാൻ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അതിനായി സഹായിക്കുന്നതിനായി, ശക്തീകരിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കും. എത്ര വേഗം ഫലപ്രദമായ മെഡിസിൻ കണ്ടുപിടിച്ചെന്നുള്ള ഒരു ശുഭവാർത്ത കേൾപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, പല രാജ്യങ്ങളിലും ഈ രോഗികൾക്ക് കൊടുക്കാനുള്ള പാരസെറ്റാമോൾ, പനിക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ ഗുളിക പോലും ഇല്ലാതെ പല രാജ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. പല വികസിത രാജ്യങ്ങൾ, ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, പല വികസിത രാജ്യങ്ങൾ പോലും ഒരു പാരസെറ്റമോൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. ആമേൻ. പരിശോധന കിറ്റുകളില്ല, വെന്റിലേറ്ററുകളില്ല, മറ്റ് സൗകര്യങ്ങളില്ല. നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ജനം ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കപ്പെടാൻ ഇടയാകാതെ വേണം ദൈവം അത്ഭുതകരമായ നിലയിൽ തന്നെ ജനത്തെ സഹായിക്കുന്നതിനായി നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ ഇവിടുത്തെ പാദപീഠത്തിലേക്ക് രാത്രി അടുത്ത് വരിക. കർത്താവെ, രോഗം ബാധിച്ച് കർത്താവെ, സ്തോത്രം സ്തോത്രം, കർത്താവെ, കഷ്ടത്തിലായിരിക്കും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങൾ കർത്താവെ, ആമേൻ, കർത്താവെ, പനിക്ക് കൊടുക്കേണ്ട ഗുളിക പോലും ഇല്ലാതെ കർത്താവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിലാണല്ലോ ആയിരിക്കുന്നത്. പരിശോധന കിറ്റുകളില്ല, വെന്റിലേറ്ററുകളില്ല, കർത്താവെ, മറ്റ് സൗകര്യങ്ങളില്ല. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവം അത്ഭുതം ചെയ്യുമാറാകണമേ. കർത്താവെ, രോഗികളെ ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ദൈവം ആ രാജ്യങ്ങൾക്ക് ഒരുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അതാത് രാജ്യങ്ങളിൽ തന്നെ കർത്താവെ, അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കർത്താവെ ഉൽപ്പാദിപ്പിക്കുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കണമേ. ദൈവം അവിടുന്ന് പ്രവർത്തിക്കണം, ദൈവത്തിന് വിടുതൽ വ്യാപരിക്കണമേ. അതുപോലെ കർത്താവ്, എത്ര വേഗം ഈ രോഗത്തോട് ബന്ധപ്പെട്ട് ഫലപ്രദമായ മെഡിസിൻ കണ്ടുപിടിച്ചെന്ന് കേൾപ്പാന്നൊക്കെ വേണം പിതാവെ, അവിടുന്ന് കൃപ പകരുന്നതിനായി സ്തോത്രം. വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം സഹായിക്കണമേ. എത്ര വേഗം പാർശ്വഫലങ്ങളില്ലാത്ത അവനൊരു മെഡിസിൻ കണ്ടുപിടിച്ചെന്നുള്ള
ശുഭവാർത്ത കേൾപ്പാൻ എന്റെ ദൈവമായ കർത്താവേ കൃപ പകർന്നാട്ട് ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി വിഷയങ്ങളെ ഏൽപ്പിച്ച ദൈവസനെ പ്രാർത്ഥിക്കുന്ന ഇവിടുന്ന് വലിയ ചെയ്താട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ഇവിടുന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദൈവത്തിൻ്റെ മക്കളെ, എത്ര വേഗം ആമേൻ ഈ പ്രതിസന്ധി നിന്നൊരു വിടുതൽ ലഭിക്കാനുള്ള മാർഗം ജനം അവരുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. തിരുവചനത്തിൽ വായിക്കുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഹല്ലേലൂയ. ജനം അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ദൈവം ആമേൻ ജനത്തിന്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇടപെടാൻ തക്കവണ്ണം ജനത്തിനുള്ളിൽ ആഴവേറിയ ഒരു പാപബോധം ഉണ്ടാകാൻ നമുക്ക് ഈ രാത്രി ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാനിയേൽ തന്റെ ജനമായ ഇസ്രായേലിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രി നമുക്ക് നമ്മുടെ കുറവുകളെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ജനം ഈ നാളുകളിൽ ആമേൻ പാപബോധമുള്ളവരായി മാറുവാൻ, മാനസാന്തരമുള്ളവരായി മാറുവാൻ, യഥാസ്ഥാനമുള്ളവരായി മാറുവാൻ ദൈവം ആമേൻ ജനങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലേക്ക് നമുക്ക് വിഷയങ്ങളെ ഏൽപ്പിക്കാം. നമുക്ക് ഒന്നിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗ്ഗപിതാവേ, ഈ രാത്രി ഇവിടുത്തെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരിക. കർത്താവേ, ദിനങ്ങളിൽ ജനം അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരാഴമേറിയ ശുദ്ധീകരണം പ്രാപിപ്പാൻ കർത്താവേ ദിവസം ഇവിടുന്ന് കൃപ പകരുമാറാകണമെന്ന് ഞങ്ങൾ ദൈവസനെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവേ, ജനം അവൻ ദൈവത്തെ വിട്ട് ദൈവത്തിന് വഴിവിട്ട് അവൻ കർത്താവ് അങ്ങയുടെ ഇഷ്ടം അവൻ എന്തെന്ന് തിരിച്ചറിയാതെ തിന്മയുടെ വഴി നടന്നു, പാപം ചെയ്തു. കർത്താവ് അവൻ പ്രവൃത്തി കൊണ്ടും അവൻ അവരുടെ എല്ലാവിധമായ ഇടപെടലുകൾ കൊണ്ടും അങ്ങേ വേദനിപ്പിച്ച അനുഭവങ്ങളുണ്ട്. കർത്താവ് അവൻ ജനത്തിന്റെ അകൃത്യങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ, അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കർത്താവ് ജനത്തിനുള്ളിൽ ആഴമേറിയ ഒരു പാപബോധം കർത്താവ് ഈ ദിവസം നൽകി ജനം അവരുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവേ അവിടുത്തെ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിയുവാൻ, അവരുടെ പാപ വഴികളെ വിട്ടുതിരിയുവാൻ, അവർക്കൊരു മാനസാന്തരം ഉണ്ടാകുവാൻ, ഒരു യഥാസ്ഥാനം ഉണ്ടാകുവാൻ സ്വർഗ്ഗമേ കൃപ ചെയ്യണമേ. അടിയന്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഇന്ന് രാവിലെ ഈ രാത്രിയിൽ ലൈവിലുള്ള ജനത്തിന്റെ കുറവുകളെ ക്ഷമിക്കണമേ. ലോകമാടുള്ള സകല ജനത്തിന്റെ കുറവുകളെ കർത്താവേ അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ ഈ രാത്രി പ്രാർത്ഥിക്കുന്ന പിതാവേ, എത്ര വേഗം ഞങ്ങൾക്ക് പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകുവാൻ സ്വർഗീയ പിതാവേ അവിടുത്തെ കൃപ പകരുന്നതിനായി സ്തോത്രം. ദൈവരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ വിഷയങ്ങളെ ഏൽപ്പിച്ച തിരുസനെ ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് എത്രത്തോളം സമയം പ്രാർത്ഥിപ്പാൻ പിതാവേ കൃപ പകർന്നല്ലോ. ദൈവദിനം കേൾക്കുവാൻ പ്രാർത്ഥിപ്പാൻ എന്റെ ദൈവമേ അവിടെ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. ലൈവിൽ കർത്താവേ അടിയനോട് ചേർന്ന് പ്രാർത്ഥിച്ച അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ധാരാളമായ കൃപ അവരുടെ മേൽ പകരണം. കർത്താവേ അവരുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി കൊടുക്കണമേ. വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവം പ്രവർത്തിക്കണമേ. ഈ രാത്രി എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണം. കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവേ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസ്തരായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായിട്ടാണല്ലോ. കർത്താവേ ആ തിരിച്ചറിവിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ അപ്പാ നീ കൃപ ചെയ്യണം എന്ന് അവിടുത്തെയോട് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. വലിയ ദൈവം ഞങ്ങളുടെ മേൽ പകർന്നാട്ട് ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. സുഖകരമായ ഉറക്കം ഈ രാത്രി ഞങ്ങൾക്ക് നൽകി തരണം. രാവിലെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചേഷിപ്പാൻ കൃപ നാട്ട് സകല മഹത്വം പൊഴിച്ച് തിരുമേനിക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്നിച്ച് രാത്രിയിൽ അല്പസമയം പ്രാർത്ഥിക്കുവാൻ, ദൈവദിനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ കൃപയോർത്ത് സ്തോത്രം. ആമേൻ. നമ്മൾ ഈ പ്രശ്നം ആരംഭിച്ചത് മുതൽ ഈ പേജിൽ എല്ലാ ദിവസവും 8 മണിക്ക് പ്രാർത്ഥനയുണ്ട്. നമുക്കൊന്നിച്ച് കൂടി വരാം, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷണിക്കുക. അമ്മ നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രയാസത്തിന്മേൽ നമുക്ക് ജയമെടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രാത്രിയിലത്തെ ഭയത്തെയും പകൽ പറക്കുന്ന സ്ഥലത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നമുക്ക് ആ പ്രത്യാശയിലും
ധൈര്യത്തിലും ഉറപ്പിലും നമുക്കായിരിക്കാം. കർത്താവ് കൂടെയുണ്ട്. ശത്രുവിന്റെ കരങ്ങൾ നമ്മുടെ ദൈവം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല. അപ്രത്യാശയോട് നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.